പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ കുറ്റത്തിനടക്കം കേസെടുത്ത പോലീസ് ഗർഭഛിദ്രം നടത്താനായി രാഹുൽ ഭീഷണിപ്പെടുത്തി ഗുളിക കഴിപ്പിച്ചു. ഇത് ഉറപ്പുവരുത്താൻ വീഡിയോ കോളിലൂടെ നിരീക്ഷിച്ചെന്നും യുവതിയുടെ ഈ മൊഴിയിൽ പരാമർശമുണ്ട്. പരാതിക്കാരിയുടെ മൊഴിയിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ മാതൃഭൂമി ന്യൂസാണ് പുറത്തേക്ക് വിട്ടത്. അതേസമയം യുവതിയുടെ പരാതിക്ക് പിന്നാലെ അതിനാടകീയമായിട്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിക്കളഞ്ഞത്. പരാതി നൽകിയെന്ന വാർത്ത വന്ന് അല്പസമയം കൂടി പാലക്കാട് എം.എൽ.എയുടെ ഫോണുകൾ ഓണായിരുന്നു. അതിന് മുൻപ് ചില നമ്പറുകളിലേക്ക് രാഹുൽ വിളിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെയും കുറച്ച് സമയം മാത്രം ഫോൺ ഓണായി. എം.എൽ.എ. ഓഫീസിലുള്ളവർക്കും രാഹുലിനെ കുറിച്ച് ഒരു വിവരവും നിലവിൽ ലഭ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ നിലവിലെടുത്തിരിക്കുന്ന FIR കേസിൻ്റെയൊക്കെ തന്നെ കാഠിന്യം എത്രത്തോളമുണ്ട് രാഹുലിന് നേരിടേണ്ടി വരും ദിവസങ്ങളിൽ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. എന്നോടൊപ്പം ഈ അന്വേഷണത്തിന്റെ ദിശ സംബന്ധിച്ചും നിയമപരമായ വശങ്ങൾ കൂടി പരിശോധിക്കാൻ അനന്തകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. അനന്തൻ, ഇപ്പോഴത്തെ വകുപ്പുകൾ എത്രത്തോളം കുരുക്കിലേക്ക് രാഹുലിനെ കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കുന്നത്? ഇട്ട വകുപ്പുകളുടെ പ്രസക്തി ആദ്യം അതിനെക്കുറിച്ച് സംസാരിക്കാം. പ്രജീഷ്, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ആ മൊഴിയിലുള്ളത്. കാരണം നമ്മൾ ശബ്ദരേഖകൾ കേട്ടതാണ്. അതിൽ ഏറ്റവും ഒടുവിൽ വന്ന ഇന്നലെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് ശേഷം വന്ന ശബ്ദരേഖ ആരുടെയും മനസ്സാക്ഷിയെ നടുക്കുന്ന ഒന്ന് തന്നെയാണ്. കാരണം അത്രയും ദയനീയമായിട്ടാണ് സ്ത്രീ അവരുടെ സുഹൃത്തിനോട് സംസാരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് ഈ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. മൊഴിയുടെ വിശദാംശങ്ങൾ വരുമ്പോൾ അതിക്രൂരമായ ഒരു സമീപനം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ അതേ ഗ്രാവിറ്റിയുള്ള ഒരു FIR ആണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് ഇത്രയും അധികം കുറ്റകൃത്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നു എന്നുള്ളതാണ് അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ബലാത്സംഗ കുറ്റമാണ് പ്രധാനമായിട്ടും ചുമത്തിയിരിക്കുന്നത്. ബലാത്സംഗം എന്ന് പറഞ്ഞാൽ 3 ഇടത്ത് ബലാത്സംഗം നടന്നു എന്നുള്ള 3 സ്ഥലത്തായിട്ട്, അത് തിരുവനന്തപുരത്ത് 2 തവണയും പാലക്കാട്ടെ ഫ്ലാറ്റിലും. അപ്പോൾ അതിന് എങ്ങനെയാണ് പാലക്കാട്ടെ ഫ്ലാറ്റിലേക്ക് വരുന്നത് എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കൃത്യമായ മൊഴിയിൽ പറയുന്നുണ്ട്. ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ശേഷം ഭീഷണിപ്പെടുത്തിയാണ് എന്ന് മാത്രമല്ല, മൊഴിയിൽ പറയുന്നത്, FIR-ലും പറഞ്ഞിരിക്കുന്നത് ഗർഭിണിയാണ് എന്ന അറിഞ്ഞിട്ടും ആ അവസ്ഥയിൽ വെച്ചും ബലാത്സംഗം നടന്നു എന്നുള്ളതാണ്. അത് ഭയങ്കര ക്രൂരമായ ഒരു നടപടിയാണ്. അതിനൊപ്പം തന്നെ അതെ, എനിക്ക് തോന്നുന്നത് ഈ BNS 64 ബലാത്സംഗമാണ്. കൂടാതെ അധികാരം ഉപയോഗിച്ച്, അതായത് MLA എന്നുള്ള അധികാരം ഉപയോഗിച്ചൊരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട 64F അടക്കം ബലാത്സംഗത്തിന്റെ വിവിധ ഉപവകുപ്പുകൾ, അതായത് ഒരു സ്ത്രീയെ തന്നെ നിരവധി തവണ ബലാത്സംഗം ചെയ്യുക അടക്കമുള്ള ഉപവകുപ്പുകൾ ചേർത്ത്, അതായത് ബലാത്സംഗം BNS 64 ആണ്. അതിന്റെ ഉപവകുപ്പുകൾ ഒരു 4 എണ്ണം കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ട്. കടുത്ത വകുപ്പ്. അതുകൂടാതെ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ, ഈ യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഒരു നീക്കം എത്രത്തോളം നിർണായകമാണ് ഈ കേസിൽ? അത് പ്രധാനപ്പെട്ടതാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിനു മുമ്പ് ഒരു വകുപ്പ് കൂടി നിർണായകമാണ്. അതായത് ഗർഭചിത്രം BNS 89 ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ ഈ FIR ഇട്ടതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ച യുവതിയുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് ഇപ്പോൾ നെയ്യാറ്റിൻകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 7 വനിതാ മജിസ്ട്രേറ്റ് അവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത് 164 എടുക്കുകയാണ്. അത് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയാണ്. അതിനു മുൻപ് തന്നെ പെൺകുട്ടിയുടെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷമാണ് ഈ രഹസ്യമൊഴി എടുക്കുന്നത്. അപ്പോൾ അതോടുകൂടി അതിന്റെ നിയമ നടപടികൾ ഏതാണ്ട് പൂർത്തിയാവുകയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന്. പിന്നീട് ഇൻവെസ്റ്റിഗേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി, അപ്പോൾ ഈ രാഹുലിനെ സംബന്ധിച്ചോളം എന്തൊക്കെ രക്ഷാവാദങ്ങൾ ഉയർത്താൻ കഴിയും? ഇതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വാഭാവികമായും ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യത്തിന് പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ മുൻകൂർ ജാമ്യത്തിന് പോകുമ്പോൾ അയാൾ സ്വാഭാവികമായും ഉന്നയിക്കാൻ പോകുന്നത് മ്യൂച്വലായിട്ടുള്ള ഒരു ബന്ധമായിരുന്നു ഞങ്ങളുടേത്, അങ്ങനെയുള്ള ഒരു സെക്ഷൽ റിലേഷനാണ് ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത് എന്നുള്ള വാദമാണ് മുന്നോട്ട് വെക്കാൻ പോകുന്നത്. അതിനൊപ്പം തന്നെ ഈ റേപ്പ് നടന്നു എന്നുള്ള മൊഴിയിലെ സ്ഥലങ്ങൾ തിരുവനന്തപുരത്തും ഫ്ലാറ്റിൽ, ഒപ്പം തന്നെ ഈ പാലക്കാട്ടെ ഫ്ലാറ്റിൽ, അപ്പോൾ അവിടെ അതിക്രമിച്ച് കടന്നിട്ടല്ലല്ലോ എന്നൊക്കെയുള്ള വാദം ഉന്നയിക്കും. എന്തുകൊണ്ട് പാലക്കാട്ടേക്ക് വന്നു എന്നുള്ള കാര്യം ഉന്നയിക്കും. അതിനൊപ്പം തന്നെ യുവതി വിവാഹിതയായിരുന്നു ആ ടൈമിൽ, ആ സമയത്ത് വിവാഹിതയാകുന്നു എന്നുള്ള, അതിൻ്റെ വെഡ്ഡിങ് നടക്കുന്നു എന്നുള്ള സാധനം അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ഉന്നയിക്കും. അതിനൊപ്പം തന്നെ ഗർഭിണിയായിരുന്നു, പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന് എങ്ങനെ തെളിയിക്കും എന്നുള്ള വാദം ഉന്നയിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇന്നലെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ ആ കുട്ടി എത്തുമ്പോൾ ശക്തമായ തെളിവുകൾ കൂടി കൊണ്ടുവന്ന് സമർപ്പിച്ചിട്ടുണ്ട്. വെറും 3 പേജിൽ ഒരു പരാതി എഴുതി കൊടുക്കുകയല്ല ചെയ്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ എവിഡൻസ്, അതിൽ ശബ്ദരേഖകളുണ്ട്. ആകെ 4 ശബ്ദരേഖയെ പുറത്തു വന്നിട്ടുള്ളൂ. അതല്ലാതെ ശബ്ദരേഖകൾ ഉണ്ട്. അതിനൊപ്പം തന്നെ വാട്സപ്പ് ചാറ്റിൻ്റെ
സ്ക്രീൻഷോട്ടുകളുണ്ട്. അതിൽ 1-2 സ്ക്രീൻഷോട്ടേ പുറത്ത് വന്നിട്ടുള്ളൂ. ബാക്കി മുഖ്യമന്ത്രിക്ക് നേരിട്ട് സമർപ്പിക്കുകയായിരുന്നു. അതിനൊപ്പം തന്നെ മെഡിക്കൽ എവിഡൻസ് ഇതിൽ ഏറ്റവും പ്രധാനമാണ്. ഇവിടെ ഒരു കാര്യം കൂടി, കാരണം നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ പരിശോധിക്കുമ്പോൾ വലിയ വകുപ്പുകളൊക്കെ വളരെ ദൃഢമായിട്ടുള്ള കനപ്പെട്ട വകുപ്പുകൾ തന്നെയാണ്. കാരണം BNS രൂപീകരിക്കപ്പെട്ട ശേഷം പുതിയ നിയമത്തിനനുസരിച്ച് ഉണ്ടായ ഒരു ക്രൈം ആയതുകൊണ്ട് ആ നിലയ്ക്കാണ്. അപ്പോൾ എന്തൊക്കെ ഒരു ചലഞ്ചിങ് ഫാക്ടേഴ്സ്, വെല്ലുവിളികൾ ഈ കേസിൽ ഉണ്ട് എന്ന് കൂടി നമുക്ക് രാഹുൽ കേസുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാം. അപ്പോൾ അടുത്ത ഈ കേസിൽ ഈ പറഞ്ഞതുപോലെ തന്നെ മെഡിക്കൽ എവിഡൻസ് വളരെ പ്രധാനമാണ്. അവിടെ ഉണ്ടാകേണ്ട കൃത്യതകൾ വേണം, അതിൻ്റെ എവിഡൻസ്, ശാസ്ത്രീയ പരിശോധന ഫലമൊക്കെ ഇതൊക്കെ ഇനി, കാരണം ഇതിൻ്റെ കാലഘട്ടം ഒന്ന്, പിന്നീട് ആ കാലഘട്ട സമയത്ത് രാഹുലിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ പറയുന്നു അവിടെ ആ ഒരു മാരിറ്റൽ സ്റ്റാറ്റസ് അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു ചലഞ്ചിങ് ആയിട്ട് പ്രോസിക്യൂഷനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഈ അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ചോളം ഈ ട്രയലിന്റെ ഘട്ടത്തിൽ ഒരു വെല്ലുവിളിയായി മാറുമോ? ട്രയലിന്റെ ഘട്ടത്തിൽ നിന്ന് മാത്രമല്ല, പ്രതിയെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് പോലീസിന് ഇൻവെസ്റ്റിഗേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടാണ്. കാരണം ഇതിനകത്ത് ഈ മുൻകൂർ ജാമ്യത്തിന് പോയാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് പ്രതി ഉന്നയിക്കുക. പക്ഷേ അതിനേക്കാൾ ഉപരി പോലീസ് മുന്നോട്ട് വെക്കുന്നത് ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മെഡിക്കൽ എവിഡൻസ് ഇതിൽ പ്രധാനമാണ്. ആ പെൺകുട്ടി മെഡിക്കൽ എവിഡൻസ് സഹിതമാണ് പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. അതിലൊന്ന്. മറ്റൊന്ന്, ഇതിനകത്തെ സാഹചര്യം കൃത്യമായി പോലീസിന് മനസ്സിലായിട്ടുണ്ട്. പോലീസ് പറയുന്നത് അതൊരു വലിയ ക്രൂരതയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന്. കാരണം തിരുവനന്തപുരം ജില്ലയിലെ ഗ്രാമപ്രദേശത്തുള്ള സാധാരണ വീട്ടിലൊരു പെൺകുട്ടിയാണ്. ആ സമയത്ത് ഈ പെൺകുട്ടി രാഹുൽ ഈ പെൺകുട്ടിയെ സമീപിക്കുന്ന സമയത്ത് രാഹുൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവും MLA-യും ഒക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വിവാഹ വാഗ്ദാനം നൽകി ഒരു സാധാരണ പെൺകുട്ടിയെ തന്നിലേക്ക് അടുപ്പിക്കുകയും അതിനുശേഷം വളരെ പൈശാചികമായി ക്രൂരമായി അവൾ പ്രഗ്നന്റ് ആണെന്ന് അറിയുമ്പോൾ തന്നിൽ നിന്ന് ഒഴിവാക്കാനുള്ള എല്ലാ ഹീനമായ ശ്രമങ്ങളും അയാൾ ഒരു കുറ്റവാളിയുടെ സ്വഭാവത്തോടെ നടത്തി എന്നുള്ളതാണ് പോലീസിന്റെ മുന്നിലുള്ള മൊഴിയിൽ വ്യക്തമാകുന്നതെന്നാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ വകുപ്പുകളും FIR-ൽ ചേർത്തിട്ടുണ്ട്. ആ ക്രൂരത വെളിവാക്കുന്ന രീതിയിലുള്ള FIR ഡീറ്റെയിൽസ് ആണ്, FIS ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ഒരാൾക്ക് മുൻകൂർ ജാമ്യം നൽകിയാൽ ആ സ്വാധീനം, അയാൾ ഇപ്പോൾ തന്നെ ഈ ശബ്ദരേഖ പുറത്തു വന്നപ്പോൾ അയാളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഈ പെൺകുട്ടിയെ അപമാനിക്കുന്ന രീതിയിലും ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നവരെ അപമാനിക്കുന്ന രീതിയിലും സമൂഹ മാധ്യമങ്ങളിൽ അങ്ങേയറ്റം മ്ലേച്ഛമായ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തി. അങ്ങനെ ഒരാൾക്ക് മുൻകൂർ ജാമ്യം നൽകിയാൽ ഈ തെളിവ് നശിപ്പിക്കും, സാക്ഷികളെ സ്വാധീനിക്കും. പക്ഷേ എൽദോസ് കുന്നപ്പള്ളിയുടെ കേസിലൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില സമാനമായ കേസുകളിലൊക്കെ ഹൈക്കോടതി മുൻപ് മുൻകൂർ ജാമ്യം അനുവദിച്ചു. അപ്പോൾ അത് ഇവിടെ ഒരു ആപ്ലിക്കബിൾ ആയിരിക്കില്ല. അതിനുള്ള സാധ്യത കുറവാണ്. കാരണം എൽദോസ് കുന്നപ്പള്ളിയുടെ കേസ് വന്നപ്പോൾ പരാതിക്കാരി വന്നു, ഇത് കൊടുത്തു. പക്ഷേ എൽദോസ് കുന്നപ്പള്ളിക്ക് ആ കേസിന്റെ അന്വേഷണത്തിൽ തുടക്കം മുതൽ തന്നെ പോലീസിന് വീഴ്ച സംഭവിച്ചിരുന്നു. കാരണം പ്രാഥമികമായ ആ കേസ്, ആ പരാതി അന്വേഷിച്ച SHOയെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു. കോവളം പോലീസിന്റെ മുന്നിലാണ് യുവതി പരാതിയുമായി എത്തിയത്. കോവളം SHO ആയിരുന്ന ഉദ്യോഗസ്ഥൻ ആ പരാതി തമസ്കരിക്കുക മാത്രമല്ല ഇത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി പ്രതിക്കൊപ്പം ഈ വാദിയെ വിളിച്ചു വരുത്തുകയും ഒക്കെ ഉണ്ടായി. അതിനുശേഷം ഒടുവിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ സമീപത്തേക്ക്, എനിക്ക് തോന്നുന്ന CH നാഗരാജു ആയിരുന്നു അന്ന് സിറ്റി പോലീസ് കമ്മീഷണർ, അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഈ പരാതി വരുമ്പോഴാണ് അതിനകത്ത് നിയമ നടപടികൾ ആരംഭിക്കുന്നത് തന്നെ. അപ്പോഴേക്കും ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനും സാക്ഷികളെ സ്വാധീനിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങളുണ്ട്. ആകത്തുകയെ പറഞ്ഞാൽ അതൊന്നും ആപ്ലിക്കബിൾ ആവാനുള്ള സാധ്യതയില്ല. ഇനി രാഹുൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുമായിട്ട് ആശയവിനിമയം നടത്തുന്നു അനന്തരം ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരിൽ നിന്നും കിട്ടുന്ന ഡേറ്റ പ്രകാരമാണെങ്കിൽ രാഹുലിനെ കുറിച്ച് എന്തെങ്കിലും സൂചന, രാഹുൽ ഇപ്പോൾ എവിടെയാണ് എന്ന് എന്തെങ്കിലും ഒരു സൂചന ലഭ്യമായിട്ടുണ്ടോ? നിലവിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ ഇന്നലെ ഈ പരാതി കിട്ടി FIR മൊഴിയെടുക്കുമ്പോൾ മുതൽ തന്നെ രാഹുലിനെ ട്രാക്ക് ചെയ്യാനും FIR എപ്പോഴാണോ രജിസ്റ്റർ ആകുന്നത് അതിന് തൊട്ടു പിന്നാലെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കവുമാണ് പോലീസ് നടത്തിയത്. പക്ഷേ അത് നടന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അർത്ഥം രാഹുലിനെ കൃത്യമായി എവിടെയാണെന്ന് ട്രേസ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അയാൾ അതിവിദഗ്ധമായി മുങ്ങി എന്നുള്ളതാണ്. കാരണം ഏത് നിമിഷവും ഈ പരാതി എനിക്ക് തോന്നുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ യാത്ര ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഇന്നലെ ഈ പരാതി പെട്ടെന്നാണ് പരാതി വരുന്നത്. കാരണം നേരെ മുൻകൂട്ടി പരാതി വരും എന്നുള്ള സൂചനകൾ 2-3 ദിവസമായിട്ടുണ്ടായിരുന്നു. കാരണം അവസാനത്തെ ശബ്ദരേഖ അത്രയും പ്രധാനപ്പെട്ട ഒരു ശബ്ദരേഖയായിരുന്നു. അപ്പോൾ ഈ പരാതിക്കാരി രംഗത്ത് വരും എന്നുള്ളത് സംശയങ്ങളുണ്ടായിരുന്നു. ഒരു പക്ഷേ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ വരുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ നേരെ മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ സമയത്തൊന്നും നമുക്കൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. വാർത്ത പുറത്ത് വന്നപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ സാധാരണ ഈ കൊലപാതകമൊക്കെ ചെയ്ത് പ്രതികൾ മുങ്ങുന്നത് പോലെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നു, സ്വന്തം വണ്ടി ഉപേക്ഷിച്ചിട്ട്
വേറൊരു വണ്ടി കയറി മുങ്ങുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു പാലക്കാട് നിന്ന് അധിക ദൂരം സഞ്ചരിക്കാനുള്ള സാധ്യത കുറവാണ്. റോഡ് മാർഗം പോയിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആ പരാതി എത്തിയപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു പോലീസ് സൈബർ ഓപ്പറേഷൻ വിങ് ഒക്കെ അപ്പോഴേ രാഹുലിനെ ട്രാക്ക് ചെയ്യാൻ നോക്കിക്കാണും. കാരണം ഇയാളെ കേസെടുക്കേണ്ടി വരുമെന്ന് അവർക്കറിയാം. അപ്പോൾ രാഹുൽ പാലക്കാടോ അല്ലെങ്കിൽ തൊട്ടടുത്ത ഭാഗത്തോ, തൊട്ടടുത്തെന്ന് പറയുമ്പോൾ തമിഴ്നാട് അടക്കം ഉള്ള അതിർത്തി മേഖലകളുണ്ട്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും വളരെ സുരക്ഷിതമായി, അത് ഇങ്ങനൊരു പരാതി വരാൻ സാധ്യതയുണ്ടെന്ന് രാഹുലിന് അറിയാം. അങ്ങനെ വരുമ്പോൾ അവരും രാഹുലും കൂട്ടാളികളും ഒരു ഹൈഡിംഗ് പ്ലേസ് എന്തായാലും ഉറപ്പാക്കി വെച്ചിരിക്കും. കേരള പോലീസിനെ വെട്ടിച്ച് എവിടെയൊക്കെ പോകുമോ അവിടെയൊക്കെ പൊക്കിക്കൊണ്ട് നമ്മൾ വന്നിട്ടുമുണ്ട്. അങ്ങനെയുള്ള കേരള പോലീസിനെ വെട്ടിച്ചാണ് രാഹുൽ മുങ്ങുന്നത്. അപ്പോൾ എന്തായാലും ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. ഈ ഇട്ടിരിക്കുന്ന വകുപ്പുകളൊക്കെ ഗുരുതര സ്വഭാവമുള്ള വകുപ്പുകളാണ്. അപ്പോൾ കഠിനമാണ് രാഹുലിനെ സംബന്ധിച്ചോളം ഇതൊക്കെ നേരിടേണ്ടി വരിക എന്നുള്ളത്. അതാണ് നിയമവൃത്തങ്ങളിൽ നിന്നൊക്കെയുള്ള സൂചനയാണ് നമ്മൾ പങ്കുവെച്ചത്.